ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എ പ്ലസ്. ഞാൻ സൂര്യത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ പാഞ്ചാലി മേട്ടിലേക്ക് ഒരു ട്രിപ്പ് പോകാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എരുമേലി വനത്തിലാണ്. പത്തനംതിട്ടയിൽ നിന്ന് എരുമേലിയിലോട്ടുള്ള റൂട്ടാണ്. അപ്പം ആ ഒരു റോഡിൻ്റെ സൈഡിലായിട്ട് രണ്ട് സൈഡിലും വനമാണ്. അപ്പോൾ അവിടെ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലാസ്റ്റിക് നിരോധിച്ചതിൻ്റെ ബോർഡൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്രകൃതി നശിപ്പിക്കും അതിനുള്ള ബോർഡൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ വേസ്റ്റ് ഇതും കൂടെ ഈ ബോർഡ് കണ്ടിട്ടും ഇവിടെ തന്നെ നമ്മുടെ മലയാളികളുടെ സ്വഭാവം അറിയാമല്ലോ. എവിടെ തുപ്പരുതെന്ന് പറയുന്നത് അവിടെ തുപ്പ്, എവിടെ വേസ്റ്റ് ഇടരുതെന്ന് പറയുന്നത് അവിടെ വേസ്റ്റ് ഇടും. നിങ്ങൾക്കാണ് ഇവിടെ അങ്ങ് വരെ ഈ വനത്തിന്റെ രണ്ട് സൈഡിലായിട്ടും അങ്ങ് വരെ വേസ്റ്റ് ഇട്ടേക്കുവാണ്. ഞങ്ങളിപ്പോൾ വനം തുടങ്ങിയിട മുതൽ ഇവിടം വരെയും വേസ്റ്റ് കണ്ടു. അങ്ങ് വരെ ഉണ്ട് ഈ സംഭവം. രണ്ട് സൈഡിലും വേസ്റ്റ് ആണ്. ഇവിടെ നല്ല വനമൊക്കെ ആണെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ നല്ല നാറ്റമൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ശബരിമല എയർപോർട്ട് വരുന്നത് ഏകദേശം ഇതിന്റെ മോഡലായിട്ടാണ്. അവിടെ ആയിട്ടാണ് നമ്മുടെ ചെറുവള്ളി എസ്റ്റേറ്റ്, കോട്ടയം ജില്ലയുടെ സ്വപ്ന പദ്ധതിയായ ശബരിമല എയർപോർട്ട്. നിങ്ങൾക്ക് കാണാം ഏകദേശം അവിടെ ആയിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഒരു റബ്ബർ തോട്ടമൊക്കെയാണ്. അവിടെയാണ്, അതാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. അവിടെ ആയിട്ടാണ് നമുക്ക് ശബരിമല എയർപോർട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ പാഞ്ചാലി മേട്ടിലേക്ക് പോകാം. ഗൈസ്, എല്ലാവരും പറയും വനത്തിലാണ് ഏറ്റവും കൂടുതൽ ഫ്രഷ് എയർ കിട്ടുന്നതെന്ന്. ഇപ്പോൾ ഇവിടെ ഇത്രയും വേസ്റ്റ് കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫ്രഷ് എയർ ഒരിക്കലും ആസ്വദിക്കാൻ പറ്റത്തില്ല. നല്ലൊരു രീതിയിലുള്ളൊരു സ്മെല്ല്, വേസ്റ്റിന്റെ സ്മെല്ല് നല്ലപോലെ ഇവിടെ വരുന്നുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്ന എരുമേലി വനത്തിൽ തന്നെ ഒരു പൈൻ ഫോറസ്റ്റിലാണ്. ഇവിടെ ഇങ്ങനെ അധികം ആരും വരുന്ന ഒരു പൈൻ ഫോറസ്റ്റ് അല്ല. ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. വാഗമണ്ണിലെയൊക്കെ പൈൻ ഫോറസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തുമാത്രം ആൾക്കാരാണ് അവിടെ വരുന്നതെന്ന്. പക്ഷേ ഇവിടെ അതുപോലെ ആരും വരുന്നില്ല. കണ്ടോ, വിജനമായിട്ട് കിടക്കുകയാണ്. ഭാവിയിൽ എങ്ങനെയാകുമെന്നൊന്നും അറിയത്തില്ല. ചിലപ്പം ഇനി ആളുകൾ വന്നേക്കാം. എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ഇത്. ഇവിടെയാണ് നമ്മുടെ പേട്ടതുള്ളലൊക്കെ നടക്കുന്നത്. ശബരിമലയ്ക്ക് പോകുമ്പോഴത്തേക്കുള്ള പേട്ടതുള്ളലൊക്കെ ഇവിടെ വെച്ചാണ് നടക്കുന്നത്. ഇപ്പം കൊറോണ ആയതുകൊണ്ട് ആളൊന്നുമില്ല. വാവർ ജുമാ മസ്ജിദ് ആണ് ഇത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും ഉള്ളത്. ഇവിടെ കുറേ പേര് ഏതായാലും വണ്ടികളൊക്കെ നിർത്തിയിട്ട് എല്ലാവരും ഇവിടെ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കാരണം നമുക്കും ഇവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാം. ഇവിടെ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ആൾക്കാർ വണ്ടി നിർത്തിയിട്ട് കുരങ്ങിന് തീറ്റയൊക്കെ കൊടുക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാഞ്ചാലിമേട്ടിൽ എത്തിയിരിക്കുകയാണ്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ യാത്രകൾക്ക് ശേഷം നമ്മളിത് പാഞ്ചാലിമേട്ടിൽ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അകത്തോട്ട് പോയി അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളെന്നും എല്ലാം നമുക്ക് കാണാം. പാഞ്ചാലിമേട് ആകെ മാറിപ്പോയിരിക്കുന്നു ഗായ്സ്. ഞങ്ങളിതിന് മുമ്പ് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു 5-6 പേര് കാണും ടോട്ടൽ. ഞങ്ങളെ കൂടാതെ 5-6 പേര് കാണും കാണാനായിട്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ ആയിരക്കണക്കിന് പേരാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഉച്ച സമയമായിട്ട് പോലും ഇത്ര ആളുകളാണ്. അകത്തെല്ലാം നിറച്ച ആളാണ്. വഴിയിലെല്ലാം ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ പാസ്സൊക്കെ ആക്കിയിട്ടുണ്ട്. 10 വയസ്സ് താഴെയുള്ളവർക്കൊക്കെ 10 രൂപയും പിന്നെ അതിന് മുകളിലോട്ടുള്ളവർക്ക് 20 രൂപയും പാസ്സാക്കിയിട്ടുണ്ട്. പിന്നെ ക്യാമറ കയറ്റണമെങ്കിൽ 50 രൂപ കൊടുക്കണം. ഗൈസ്, നമ്മളപ്പോൾ പാഞ്ചാലിമേട് കുന്നിൻ്റെ മുകളിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പുറത്തായിട്ടാണ് വ്യൂ പോയിന്റ്. പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഇവിടെ ആയിട്ട് ഞങ്ങൾ മാത്രമേ നിൽക്കുള്ളൂ. ഇവിടെ നല്ല ഒരു വ്യൂ തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു വ്യൂ പോയിന്റ് തന്നെ കിട്ടുന്നുണ്ട് നമുക്ക്. കണ്ടോ, പുറകിലൊക്കെ കുന്നൊക്കെ നല്ലപോലെ കാണാം. ഇപ്പോൾ ഇച്ചിരി മേഘമല്ല, മഞ്ഞ് പോലെ തോന്നുന്നുണ്ട്. ഇതാണ് പാഞ്ചാലിമേട് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം.
പിന്നെ ആകാശമൊക്കെ നല്ലപോലെ മേഘങ്ങളൊക്കെ ആയതാണ് നല്ല രസമുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. ഗൈസ് നമുക്കിപ്പോൾ ഇനി കുറച്ച് താഴോട്ട് പോയി നോക്കാം. അവിടെ ആയിട്ട് ഒരു പാറയൊക്കെ ഉണ്ട്, അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് നോക്കാം. താഴോട്ട് പോകാം. ഇന്നാൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ നല്ല കാറ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇലയൊന്നും അനങ്ങുന്ന പോലും ഇല്ല, ഒരു തുള്ളി പോലും കാറ്റടിക്കുന്നില്ല. നേരത്തെ നമ്മളെ പറത്തിക്കൊണ്ട് പോകുന്നുള്ള രീതിയിലുള്ള കാറ്റായിരുന്നു ഇവിടെ അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സീസണിൻ്റെ ആണോ എന്നറിയത്തില്ല, ഒട്ടും കാറ്റടിക്കുന്നില്ല. ഗൈസ് നമ്മളിപ്പോൾ ആ പാറയിലോട്ട് എത്തി. ഇപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള വ്യൂ നോക്കാം. സൂപ്പറായിട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു അടിപൊളി വ്യൂ തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. നല്ല അടിയിലോട്ട് ഒരു കുത്തനെ കൊക്ക പോലെയൊന്നുമല്ല, എങ്കിലും വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഗൈസ് നമ്മളാ കയറുന്ന ഭാവിയിൽ എന്നേലും ഇത് താഴോട്ട് ഉരുണ്ടു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അടി വലിയ പിടുത്തമൊന്നും ഇല്ല, അത് എന്നേലും താഴോട്ട് ഉരുണ്ടു പോകും. ഈ മഴക്കാലത്തോ എന്നേലും ഉരുണ്ടു പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അതിനിപ്പുറം അത് പൊട്ടിച്ച് മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ. ഗൈസ് നമ്മളിപ്പം അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് ഇനിയിപ്പം പഞ്ചാലമേട് വ്യൂ പോയിന്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവിടേക്ക് ഇപ്പോൾ കല്ല് പാകിയിട്ടേക്കുന്ന കാരണം വലിയ കുഴപ്പമില്ല, അതൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, സാധാ അവിടെ കുന്നുപോലെ തന്നെ കിടക്കുമായിരുന്നു, അല്ലാതെ അതിൻ്റെ മുകളിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം കല്ല് പാകി അതൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് ചെയറൊക്കെ വെച്ചിട്ടുണ്ട് ഇരിക്കാനായിട്ട്. പിന്നെ താഴോട്ട് കല്ലുവായിട്ടില്ല, അവിടെ ഇങ്ങനെ മൺവഴി തന്നെ കിടക്കുക, അത് പാകുമായിരിക്കും, അതിന് വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്തിട്ടേക്കുന്നത്. താഴെ ഏതാണ്ടൊക്കെ പണിയുന്നുണ്ട് ഗൈസ്. ഗൈസ് അവിടെ ആരാണ്ടൊക്കെ ഇരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. ആ സാധനത്തിനകത്ത് അതിൻ്റെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല, ആ കല്ലുകൊണ്ട് പണിത് വെച്ചേക്കുന്നതിനകത്തൊക്കെ ആരാണ്ടൊക്കെ ഇരുന്ന് പാടുന്നൊക്കെ ഉണ്ട്. ഗൈസ് നമ്മളിനി മുകളിലോട്ട് കയറുവാണ്. ഇവിടെ കല്ല് പാകിയിട്ടൊന്നുമില്ല കേട്ടോ, ആ വ്യൂ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു അങ്ങോട്ട് കയറുന്ന വഴിക്ക്. ഗൈസ് താഴെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ, അവിടെ ഏതാണ്ട് കുളമോ അങ്ങനെ ഏതാണ്ടൊക്കെ പണിയുമാണ് അവിടെ അതിനായിട്ട് ഏതാണ്ട് മണ്ണും മിറ്റിലുമൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. അവിടെ അതിൻ്റെ പണി നടക്കുക. കുളമൊക്കെ പുതിയതായിട്ട് കുഴിച്ച കുളമാണെന്ന് തോന്നുന്നു. ഗൈസ് അപ്പോൾ നമ്മൾ കുന്നിൻ്റെ മുകളിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ ഭയങ്കരമായിട്ട് അണയ്ക്കുന്നു. അവിടെ ഒരു സീറ്റൊക്കെ കിടപ്പുണ്ട്, അവിടെ നമുക്ക് ഇരിക്കാൻ കുറച്ച് ഇരുന്നുകൊണ്ട് കാണാം. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോകാം. നല്ലപോലെ അണയ്ക്കുന്നുണ്ട്, ഇത്ര നേരം നടക്കുമല്ലായിരുന്നു. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മലയുടെ ഏറ്റവും പൊക്കം കൂടിയ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ടുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഫുൾ എല്ലായിടവും മഞ്ഞ് മൂടി കിടക്കുന്ന പോലെ ആയത് കാരണം നമുക്കെല്ലാം ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ കുട്ടിക്കാനത്ത് ഒക്കെ കൂടി ഒന്ന് പോയിട്ട് നമുക്ക് തിരിച്ചു പോകാം. പക്ഷേ ഇപ്പോഴും ഇങ്ങോട്ട് പഞ്ചാരമേട്ടിലോട്ട് മാത്രമായിട്ട് കുറേ വണ്ടികൾ വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഒരു വ്യൂ കാണാം. ഇവിടുന്ന് മെയിൻ റോഡിൽ ചെല്ലുന്നിടം വരെ ഇങ്ങോട്ട് പഞ്ചാരമേട്ടിലോട്ടുള്ള വണ്ടികൾ മാത്രം വരുന്ന ഒരു വ്യൂ കാണാം. ഗൈസ് അപ്പോൾ നമ്മൾ കുട്ടിക്കാനം കുമളി റൂട്ടിലുള്ള ഒരു പൈൻ ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ
ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെല്ലാം ഗുഡ് ബൈ.